ആ കമ്മിയാണോ അത് സംഖ്യയാണോ എന്നുള്ളതൊന്നും കറക്റ്റ് എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ നടിന്റെ പേരെന്തായിരുന്നു, നിഖില വിമൽ. നിഖില വിമൽ പറഞ്ഞതനുസരിച്ചിട്ട് മലബാറിലുള്ള മുസ്ലിം സ്ത്രീകൾ, പ്രത്യേകിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾ മതം വിട്ടുകൊള്ളുക, എന്നിട്ട് എല്ലാവരും സിനിമയിലേക്ക് ചേക്കേറിക്കൊള്ളുക. മലബാറിലുള്ള മുസ്ലിം സ്ത്രീകൾ മൊത്തം അവിടെ അമ്മച്ചിന്ന കുട്ടികളൊന്നും യുവതികളോ അല്ലെങ്കിൽ കൗമാരക്കാരൊന്നും എല്ലാവരും അങ്ങോട്ട് ചെല്ലുക സിനിമയിലേക്ക്. കാരണം അങ്ങനെയാണല്ലോ ഈ ഇസ്ലാമില് സ്ത്രീകൾക്ക് അതത്ര, അല്ലെങ്കിൽ മുസ്ലിം വീടുകളിലൊക്കെ കല്യാണം നടക്കുമ്പോൾ അവർക്ക് അടുക്കള ഭാഗത്തിരുന്നിട്ട് ആ സംഭവം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ വിഷയം, അത് കുറെ കാലം മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ആ സംഭവം ഒന്നുകൂടി കാണാൻ ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചു പോവാ. നിങ്ങളുടെ എങ്ങനെയായിരുന്നു കല്യാണമൊക്കെ ഒരു പണ്ടത്തെ ഓർമ്മ? എനിക്ക് നമ്മുടെ അവിടെയൊക്കെ തലേദിവസം ചോറും മീൻകറിയും ചോറും മീൻകറി? ഏത് മലബാറിലെ കല്യാണത്തിന് ചോറും മീൻകറി തലേ ദിവസം? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു നോട്ടം എന്തിനാണ് ചേച്ചി എന്നെ നോക്കിയത്? ഈ വീഡിയോ സത്യത്തിൽ ആ നിഖില വിമൽ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറ്. അപ്പൊ ഇത് ചിലപ്പോൾ ആരും കാണണമെന്നും ഉണ്ടാവില്ല. ആ സ്ത്രീന്റെ അടുത്തേക്ക് ഇത് റീച്ചായിട്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ ചിന്തിച്ചു പോവാണ്. കാരണം ഇതാണ് അതിന് പറ്റിയൊരു അവസരം എന്ന് ഞാൻ മനസ്സിലാക്കാം. അവിടെ സ്ത്രീകളൊക്കെ അടുക്കള ഭാഗത്തിരുന്നാണ് ഫുഡ് കഴിക്കാൻ. എന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി നെറ്റി പോണ വേറെ സാധനം ഉണ്ട്. ചേച്ചിന്റെ ബാല്യം യുവത്തൊക്കെ പകച്ചു പോണ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ നിഖില വിമൽ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അടുക്കള ഭാഗത്തിരുത്തിയിട്ടാണ് സ്ത്രീകൾക്ക് ചോറ് കൊടുക്കുന്നത് എന്നുള്ള കത്ത്. എന്ത് ലോജിക്കിലാണ് സ്ത്രീ അങ്ങനെ പറഞ്ഞത്? അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഇതെന്തോ ഒരു വട്ടമേശ ഗൂഢാലോചനയാണ്. ഒരു നോട്ടം ഇങ്ങനെ യെസ് 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 എന്ന് പറയലും പിന്നെന്താണ്. അതുപോലെ തന്നെ ചോറും മീൻകറിയൊക്കെ കല്യാണത്തിന് തലേ ദിവസം, അതും മലബാറിൽ. ഈ സ്ത്രീ മലബാറിലുള്ള ഒരാളാണ്, ഈ സ്ത്രീ കണ്ണൂരിലുള്ള ആളാന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണൂരിലുള്ള ഏതെങ്കിലും ഒരു കല്യാണത്തിന്, ഇപ്പം അവിടെ ഹിന്ദുന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒന്നുമില്ല, മലബാറിൽ ഏതൊരു കല്യാണത്തിന് പങ്കെടുത്തു കഴിഞ്ഞാലും മനസ്സിലാവും അവിടെ ചോറും മീൻകറിയാണ്, എങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണ രീതികൾ, ക്രമങ്ങൾ എന്നുള്ളതൊക്കെ മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, ഈ അടുക്കള ഭാഗത്ത് എത്തിയിട്ട് ചോറ് കൊടുത്ത സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. ഇപ്പൊ ഈ അയൽവാസികളും കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ മലബാറിലെ കല്യാണം ഒരു ഉത്സവ പ്രതീതി, അതാണ് അവിടുത്തെ ഒരു ആഘോഷമാണ് കല്യാണം എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പം ഈ എന്താ പറയാ, ഈ തെക്കൻ മേഖലയിലുള്ള ആളുകൾക്കൊന്നും വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. മലബാറിലുള്ള കല്യാണത്തിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും, വലിയൊരു നോളജ് ഒന്നും അതിനെ കുറിച്ചുണ്ടാവില്ല. അപ്പൊ കുറച്ച് സ്ത്രീകളെ കുടുംബം, അയൽവാസികൾ അല്ലെങ്കിൽ അവരവരുടെ സമപ്രായക്കാരൊക്കെ ഇരുന്ന് ഒരു ഭാഗത്തിരുന്ന്, അടുക്കള ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് കുറച്ച് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഈ സ്ത്രീ കണ്ടിട്ടുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ താലിബാനികളെ പോലെയൊക്കെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ചിന്തിക്കുന്ന ഇവിടെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഉണ്ടാവും കേട്ടോ. ഈ നിഖില വിമലിനെ പോലുള്ള കുറച്ച് ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ സ്ത്രീ ശാസ്ത്രീകരണത്തിനൊക്കെ വേണ്ടി സംസാരിക്കുന്ന ഈ ചേച്ചിനൊന്നും ഇപ്പൊ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ എന്താ പറയാ, ഇപ്പൊ ഒരു കുടുംബസമേതം ഒരു കുറച്ച് കുട്ടികൾ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, അച്ഛനും അമ്മ എല്ലാവരും കൂടി വരിക. അപ്പം ഈ അച്ഛനെയും ഭർത്താവിനെയൊക്കെ വേറെ പന്തലിലേക്ക് അയച്ച് എന്താ പറയാ, ഈ ഭാര്യനെ അല്ലെങ്കിൽ ആ ഉമ്മനെയൊക്കെ എന്താ പറയാ, അടുക്കള ഭാഗത്തേക്ക് അതാ നിങ്ങൾക്ക് അവിടെ ഉണ്ട്, അമ്മിക്കല്ലിന്റെ അടുത്താണ് നിങ്ങൾ ഫുഡിട്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ മറ്റേ കോഴിക്കോടിന്റെ അടുത്തേക്ക് പോയിക്കോളൂ, അവിടെ ഒരലുണ്ട്, അതിന്റെ അടുത്താണ് നിങ്ങൾക്ക് ഫുഡ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കുമോ? അങ്ങനെയൊക്കെ ഏതെങ്കിലും മലബാറിൽ ഏരിയയിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ ഇപ്പോഴും എവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോഴും നല്ല പണ്ട് മുതൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇത് ഈ സ്ത്രീ കണ്ട വിഷയം കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറച്ച് അയൽവാസികൾ അല്ലെങ്കിൽ കുടുംബവും അവരൊക്കെ കൂടി ഹരായിട്ട് സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച ഈ സ്ത്രീ കണ്ടിട്ട് ഇത് വന്നിരുന്ന് പറഞ്ഞതാണ് ഈ സ്ത്രീ. ഇനി ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മലബാറിലുള്ള മുസ്ലിം സ്ത്രീകൾ മൊത്തത്തിൽ അങ്ങോട്ട് മതം വിടുക, എന്നിട്ട് ഇതുപോലെ എല്ലാവരും സിനിമയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചേക്കേറി കൊടുക്കുക. അതല്ലാതെ വേറൊരു വിമോചനം മുസ്ലിം സ്ത്രീകൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ മുസ്ലിം സ്ത്രീകൾ ഓരോരുത്തരും ആ മതവും അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങിച്ചെല്ലുക, നേരെ പോവാൻ മലയാള ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുക, എന്നിട്ട് അഭിനയത്തിന് ഇങ്ങനെ ചോദിക്കുക. ഈ മലയാള സിനിമയുടെ ഉള്ളിൽ നിഖില വിമൽ ജി അറിയുവാൻ വേണ്ടിയിട്ട്, ഈ മലയാള സിനിമന്റെ ഉള്ളിൽ ഈ സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ പുരുഷന്മാർക്ക് ഇങ്ങനെ നരമ്പ് പെട്ടച്ച് കളിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ആ ഒരു നരമ്പ് പെടപ്പ് മാറുന്നതിനുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു സമാധാനം മാത്രമാണ് സ്ത്രീകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാംസ കഷ്ണങ്ങൾ മാത്രമാണ് സ്ത്രീകൾ. മലയാള സിനിമന്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഈ ഇപ്പം കാണുന്നില്ലല്ലോ സിനിമ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയത് ഇറങ്ങിയെന്ന് എനിക്കറിയില്ല, എന്തോ എനിക്കറിയില്ല സിനിമന്റെ കാര്യം, ഞാൻ ഇതിന്റെ സിനിമ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പം പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇപ്പം നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ആ ഒരു സംഭവത്തിന് ചെന്നും ഏതെങ്കിലും ഒരു പ്രസ്താവന ഈ സ്ത്രീന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിഷയം മുസ്ലിം സ്ത്രീകൾക്ക് ഈ ചോറും മീൻ കറിയും വേറെ സാധനം ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ മുട്ടിപ്പോയി, എന്റെ ബാല്യം പകച്ചുപോയി എന്ന് പറഞ്ഞ ആ ചേച്ചി ഇവിടെ ബാക്കിലിരുന്നാണ് കഴിക്കുക. ഫ്രണ്ടില് ആണുങ്ങൾക്കൊക്കെ ഉള്ള ഒരു തവണ കല്യാണത്തിന് പോയി ഞെട്ടിയ ഒരു കാര്യമായിരുന്നു അത്. ഒക്കെ എല്ലാവരും ഇത് ഞാൻ പറഞ്ഞില്ല, അതൊരു ഗൂഢാലോചനയാണ്. ഇത് ഇങ്ങനെ കുറച്ച് മുസ്ലിം സ്ത്രീകളെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കട്ടെ. ചിലപ്പം ഈ താലിബാനി മോഡൽ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, സ്ത്രീകൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ആവില്ല, മുസ്ലിം സ്ത്രീകൾ പ്രത്യേകിച്ച് ഇങ്ങനെയാണ്, നിങ്ങൾ ഹിജാബ് മാത്രം ഇട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ, നിങ്ങൾ അന്യന്മാരോട് സംസാരിക്കരുത്, പുരുഷന്മാരുടെ അടുത്ത് ഇടപഴകരുത്, നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ പറഞ്ഞ താലിബാൻ മോഡൽ ചിന്താഗതിയുള്ള മുസ്ലിങ്ങളും കേരളത്തിലുണ്ട് ഇപ്പൊ. പക്ഷെ അത് ഭൂരിപക്ഷമല്ല. അവിടെയൊക്കെ അങ്ങനെയുള്ള ഒരു കല്യാണത്തിനൊക്കെ ഈ സ്ത്രീനെ ക്ഷണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് നടിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ താലിബാനി എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലുള്ള മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. അപ്പൊ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ അങ്ങനെ തെരീക്കത്തോ തബ്ലീഗ് ഇങ്ങനെയൊക്കെയുള്ള കുറെ ടീംസ് ഒക്കെ ഉണ്ട്. അതല്ലാതെ ഈ സുന്നി എന്നൊക്കെ പറയുന്ന കുറച്ച് വിഭാഗങ്ങൾ വേറെ ഉണ്ട്. അവർക്കിടയിലൊന്നും ഇമാതിരി ആ സ്ത്രീകളെ നിങ്ങൾക്ക് അതിങ്ങനെ അടുക്കള ഭാഗത്താണ് ഫുഡ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ആ ഉരലിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ കോഴിക്കൂടിന്റെ മേലെ കയറി നിങ്ങൾ ഫുഡ് കഴിച്ചോളി എന്നൊന്നും ഒരു മുസ്ലിമും ഇവിടെ പറയില്ല, മറ്റേ മലബാർ ഏരിയയിലൊന്നും. അപ്പൊ ഈ സ്ത്രീ കണ്ടിട്ടുള്ളത് തെറ്റിദ്ധരിച്ചു പോയതായിരിക്കും, അതല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ തന്നെ പറഞ്ഞതായിരിക്കും. അതാണ് വാസ്തവം. പക്ഷെ ഈ സ്ത്രീനൊന്നും ഇവിടെ കാണാനില്ല. എവിടെ പോയി ഇപ്പൊ? അതുപോലെ തന്നെ നമ്മളെ സിദ്ദീഖാക്ക ഒന്നും കണ്ട് ചെകുത്താനെതിരെ പല പല ഘോര പ്രസംഗങ്ങളും നടത്തിയിട്ടുള്ളതായിരുന്നു. ഞാൻ 100 വട്ടം ആലോചിച്ചെടുത്ത തീരുമാനമാണ്, ഇതെന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്താണ് സിദ്ദീഖ നിങ്ങളിപ്പോ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ഹലോകവാസം വെട്ടിഞ്ഞ് അങ്ങ് പോയോ അറിയില്ല. എന്താണെടോ ഈ നിഖില വിമലിനൊക്കെ കഥ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കമ്മിയോ അല്ലെങ്കിൽ ഈ സംഖ്യയോ എനിക്കറിയില്ല. ഏതായാലും സുഡാപ്പിയൊന്നുമല്ല. സുഡാപ്പിയാണെന്നുണ്ടെങ്കിൽ സുഡാപ്പികൾക്കെതിരെ എങ്ങനെ സംസാരിക്കും? ഇല്ലല്ലോ. അപ്പം ഈ മനസ്സൊന്നും വെച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ലടോ. ഇപ്പൊ ഈ നിഖില വിമലിന്റെ കൂടെ വന്നിട്ടുള്ള ഇപ്പൊ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ സംയുക്തൊക്കെ ഇപ്പൊ എവിടെയാണല്ലോ, തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിലേക്കാണ് ഇപ്പൊ അവരുള്ളത്. അതുപോലെ തന്നെ കുറെ നടിമാരുടെ ഈ നിഖില വിമലിന്റെ കൂടെ വന്നിട്ടുള്ളത്. ഇമാതിരി മനസ്സും വെച്ചിരുന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ പോലും പച്ചപിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഈ വീഡിയോ എങ്ങനെങ്കിലും ആ സ്ത്രീന്റെ മുമ്പിലേക്കൊന്ന് റീച്ചായിട്ട് എത്തിപ്പോണേ, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. കാരണം വെറുതെ വന്നിരുന്നാണ്ട് കുറെ കാലത്ത് മുസ്ലിം സ്ത്രീകളൊക്കെ അങ്ങനെയാണ്, മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെയാണ്. ഓരോ മതത്തിലും എല്ലാ മതത്തിലും അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ. ഞാൻ പറഞ്ഞില്ല, ഈ താലിബാൻ മോഡലുള്ള മുസ്ലിങ്ങൾ ഇവിടെ കേരളത്തിൽ കുറച്ചൊക്കെ ഉണ്ട്, ഭൂരിപക്ഷം ഇല്ലെങ്കിലും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ക്രിസ്ത്യൻസിലാണെന്നെങ്കിൽ ഹിന്ദുസിലാണെന്നെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ട് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ എന്റെ അയൽവക്കത്തിന് ഈ ചൊവ്വ ദോഷം, അതല്ലെങ്കിൽ ഈ മറ്റേ ഇങ്ങനെയുള്ള ഇവരുടെ ദോഷങ്ങളൊക്കെ നോക്കിയാണ് സ്ത്രീകളെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കപ്പെട്ട കുറെ ജന്മങ്ങൾ. അതുപോലെ തന്നെ ക്രിസ്ത്യൻ യുവതികൾക്ക് അതൊക്കെ ഓരോരുത്തർ താല്പര്യം. ക്രിസ്ത്യനിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കന്യാസ്ത്രീന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ? അപ്പം നിഖില വിമൽ അങ്ങനെ വെറുതെ വന്നെടുത്തിട്ട് ചോറും മീൻ കറിയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കരഞ്ഞൂടരുത് കേട്ടോ. അതൊരൊച്ചല്ലാത്ത അല്ലെങ്കിൽ ഒച്ചപ്പാടില്ലാത്ത ഈണം കുറഞ്ഞ കരച്ചിലാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.